ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ഏകദേശം 1/4 കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് ഇങ്ങനെയുള്ള വഴികളിലൂടെ, ഈ കാട്ടു വഴികളിലൂടെയാണ് ഈ വെള്ളം തിരിച്ചുകൊണ്ട് വരുന്നത് ഓസിലൂടെ വീട്ടിലേക്ക്. നമ്മൾ കിണറില്ലാത്തതുകൊണ്ട്, വാട്ടർ സപ്ലൈ വേറെ ഒരു രീതിയിലും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ചെറിയ കൈത്തോടിൽ നിന്നും ഹോസ് വഴി വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഹോസിലെ വെള്ളം 2 ദിവസമായിട്ട് അതിശക്തമായ മഴ കൊണ്ട് നിന്നുപോയി. അപ്പോൾ അത് എന്ത് ആണ് പ്രോബ്ലം, എന്ത് കുഴപ്പം കൊണ്ടാണ് വെള്ളം നിന്നു പോയത് എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാൻ പോവുകയാണ്. 3-4 ദിവസമായി രാവും പകലും അതിശക്തമായ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുഴയിലും ചെറിയ കൈത്തോടിനുമെല്ലാം അതിശക്തമായ വെള്ളമൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും മഴയാണ്, അത്രയ്ക്കും ശക്തമായ മഴയാണ് 3-4 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു പ്രദേശമാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പൈപ്പ് വഴിയാണ് വെള്ളം ശേഖരിക്കുന്നത്. ഏകദേശം 1/4 കിലോമീറ്റർ ദൂരെ നിന്നുമാണ് പൈപ്പ് വഴി വെള്ളം വീട്ടിലേക്ക് എത്തിക്കുന്നത്. ആ സംവിധാനമാണ് ഇപ്പോൾ ഈ 3-4 ദിവസത്തെ ശക്തമായ മഴ കൊണ്ട് തകരാറിലായിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് പറ്റി, എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുക എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ആ നീരുറവയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ച വഴിയാണ്. കാരണം മഴയൊക്കെ പെയ്ത്, അതുപോലെ തന്നെ പുല്ലും കാടുകളുമൊക്കെ വളർന്ന് നമുക്ക് നടക്കാൻ തന്നെ പറ്റാത്ത ഒരു വഴികളിലൂടെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3-4 ദിവസത്തെ അതിശക്തമായ മഴയിൽ നമുക്ക് ഒരു കാര്യത്തിന് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തിന് തൊട്ട് കുറച്ച് മുകളിലാണ് ഈ വെള്ളം നമ്മൾ എടുക്കുന്ന പൈപ്പ് ഇട്ടിരിക്കുന്ന അതിൻ്റെ തുടക്കം. അപ്പോൾ അവിടെ ഒരു മുമ്പ് ചെറിയൊരു അരുവിയായിരുന്നു. അപ്പോൾ ആ ചെറിയൊരു അരുവിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു കുഴി ഉണ്ടാക്കി, ഒരു ചെറിയ കുളം പോലെ ചെറിയ ഒരു കുഴി ഉണ്ടാക്കി അതിനുള്ളിൽ നിന്നുമാണ് കുടിവെള്ളത്തിനായിട്ടുള്ള പൈപ്പ് ഇട്ടിരുന്നത്. അപ്പം ഈ മലയ്ക്ക് ഈ 3-4 ദിവസത്തെ അതിശക്തമായ മഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തമാകുകയും മലയ്ക്ക് നിന്നുള്ള കല്ലും മണലും എല്ലാം ചപ്പുചവറുകളും എല്ലാം ഒഴുകി വന്ന് ഈ പൈപ്പിൻ്റെ മുകളിലേക്ക് വീഴുകയും, കൂടാതെ കുറച്ച് പൈപ്പ് ഈ അതിശക്തമായ ഒഴുക്കിൽ പുഴയിൽ ഈ ചെറിയ കൈത്തോടിലൂടെ ഒഴുകി പോവുകയും ചെയ്തു. അപ്പം ഈ നീരുറവ ശരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്ന വലിയ രീതിയിലുള്ള നീരൊഴുക്കാണിപ്പോൾ മലയ്ക്ക് നിന്നും ഒഴുകി വരുന്ന അതിശക്തമായ ആ വെള്ള ഒഴുക്കിൻ്റെ ഇതിൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. അത്രയും ശക്തമായ ഒഴുക്കിൽ ഇതിലിട്ടിരുന്ന പൈപ്പും കുറച്ചധികം പൈപ്പ് പോവുകയും ബാക്കി പൈപ്പ് പിന്നെ ഈ മണ്ണും കല്ലും അസംസ്കൃത വസ്തുക്കളും എല്ലാം വന്ന് മൂടിപ്പോവുകയും ചെയ്തു. അപ്പം ഞാൻ ഏകദേശം ആ പൈപ്പ് കുറച്ച് ഭാഗം നമുക്ക് മണ്ണിനടിയിൽ നിന്നും ഒക്കെ എടുക്കാൻ സാധിച്ചു. ഒഴുകിപ്പോയത് നമ്മൾ താഴെ ഭാഗത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം യോജിപ്പിച്ച് ഏകദേശം ഈ വെള്ളത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ താഴത്തോട്ടുള്ള ഒരു 3-4 ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻ്റൊക്കെ മുറിച്ച് നോക്കി. അപ്പം വെള്ളം എത്താത്തതുകൊണ്ട് മുകളിലേക്ക് വന്നതാണ്. ഇനിയിപ്പം നല്ല രീതിയിൽ വെള്ളമൊഴുക്ക് ശക്തമായാൽ തന്നെ പൈപ്പ് മൂടിപ്പോകാതെയും പൈപ്പിനുള്ളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കയറി അത് അടഞ്ഞു പോകാതെയൊക്കെ വേണ്ട രീതിയിൽ അത് റെഡിയാക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം 3-4 ദിവസം കൂടെ അതിശക്തമായ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് വാർത്തകളിലൂടെ അറിയുന്നത്. ഇപ്പോഴും ഇവിടെ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ പൈപ്പുകൾ ഞാൻ വീണ്ടും അതെല്ലാം റെഡിയാക്കി അതിന് വേണ്ടിയിട്ടുള്ള കല്ലൊക്കെ ഉരുട്ടി എല്ലാം റെഡിയാക്കി ഏകദേശം ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം നമുക്ക് താഴേക്ക് എത്താവുന്ന രീതിയിൽ ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പോകുന്ന വഴിക്ക് തന്നെ താഴേക്ക് പോയി ആ ഓരോ ജോയിൻറ്റും
ഏകദേശം വെള്ളം എങ്ങനെയുണ്ട്, എത്തിയോ ഇല്ലയോ എന്ന് നോക്കണം. അതായത് ഏകദേശം ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ വന്നും പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താഴേക്ക് പോയി വീണ്ടും കയറി വരണം. കാരണം ഈ വെള്ളം നമുക്ക് ഒരു ചെറു കുഴിയിൽ നിന്ന് കയറി ശകലം മുകളിലേക്ക് ഉയർന്ന് പിന്നെ ഗ്രാവിറ്റി ഫോഴ്സിലാണ് നമുക്ക് താഴേക്ക് വരേണ്ടത്. അപ്പോൾ ഈ വെള്ളം എടുക്കുന്ന ഭാഗം തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പം ഒരു 2-3 ട്രിപ്പ് നമ്മൾ വലിക്കുകയും എയറെടുത്ത് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ വെള്ളം നമുക്ക് താഴേക്കൊന്ന് എത്തിക്കാൻ സാധിക്കുക. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലി തന്നെയാണിത്. അപ്പം ഒരു പ്രാവശ്യം വെള്ളം നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിരിച്ച് നമ്മുടെ വീട് വരെ എത്തിക്കാനായി. അപ്പം അത് ഒരു 2-3-4 പേരുടെ സ്ഥലം വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് ഈ പൈപ്പ് വഴി വെള്ളം നമ്മൾ എത്തിക്കുന്നത്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ മഴയത്ത് ഒരു ശകലം തുള്ളി തോർന്നെന്ന് പറയാൻ പറ്റില്ല. മഴയുണ്ട്, ശക്തമായ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരു ശകലം ശമനം എന്ന് വേണേൽ പറയാം. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ വെള്ളം നോക്കാൻ വേണ്ടി വന്നത്. ഏതായാലും ഞാൻ ആ പൈപ്പൊക്കെ റെഡിയാക്കി ഏകദേശം ഒരു സൈഡിലേക്ക് കെട്ടിയൊക്കെ വെച്ചു. ഇനിയും വെള്ളം എത്തിക്കഴിഞ്ഞാൽ പുഴയുടെ അതിശക്തമായിട്ട് വെള്ളം നീരൊഴുക്കുണ്ടായാൽ തന്നെ പൈപ്പ് ഒഴുകി പോകാതെയും മണ്ണ് വന്ന് മൂടാത്തൊക്കെ രീതിയിൽ ഞാൻ ആ സൈഡിലേക്ക് വലിയ ശക്തമായിട്ട് ഒഴുകുന്ന നീരൊഴുക്കിന് എതിരായിട്ട് വലിയ കല്ലൊക്കെ പിടിച്ചു വെച്ച് വെള്ളത്തിൻ്റെ ദിശയൊക്കെ ഒന്ന് മാറ്റി വിട്ടു. ആ മാറ്റി വിട്ടതിന് ശേഷം പൈപ്പിൻ്റെ ലെങ്ത്തൊക്കെ കണ്ടില്ലേ, പൈപ്പെല്ലാം കഷ്ണങ്ങളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ തോട്ടിൽ നിന്നും പെറുക്കിയെടുത്തുകൊണ്ട് വന്നു. ആ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന പീസുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് ഇനി ജോയിൻ ചെയ്ത് വേണം ബാക്കി താഴേക്കുള്ള നീളം എല്ലാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് വേണം വെള്ളം മുകളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഈ കുഴിയിൽ നിന്ന് അല്പം ഉയർന്നു വന്നിട്ടാണ് പിന്നെ താഴേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ച് ആ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന രീതിയിൽ തന്നെയാണ് വെള്ളം താഴേക്ക് വരുന്നത്. കാരണം താഴ്ഭാഗത്തേക്ക് കുറച്ച് നീളം കൂടുതൽ ആയി വരുന്ന സമയത്ത് വെള്ളം ഈ കുഴിയിൽ നിന്നും പൈപ്പിലൂടെ ആ ഗ്രാവിറ്റി ഫോഴ്സിൽ കയറി വരും. അപ്പോൾ അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മൾ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നത്. പൈപ്പൊക്കെ വീണ്ടും നമ്മൾ വെള്ളം അതിശക്തമായി വന്നു കഴിയുമ്പോൾ അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വലിയ കനമുള്ള കല്ലുകളാണ് പെറുക്കി അതിന് മുകളിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പൈപ്പ് ചളുങ്ങി പോകാതെ എല്ലാ രീതിയിലും വെള്ളം നമുക്ക് നല്ല പൊട്ടിച്ചതിന് താഴെ കിട്ടുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. മഴ ഇപ്പോഴും അതിശക്തമായി കനത്ത മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.